റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന കോഴ്സിലേക്ക് ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഒരു തൊഴിൽ ചെയ്യാനാവശ്യമായിട്ട് ടെക്നിക്കുകളും അതോടൊപ്പം നല്ല സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ പരിജ്ഞാനമെല്ലാം നേടുന്നതിന് വേണ്ടി ചേർന്നിട്ടുള്ള ഒരു സഹായകമാകുന്ന രീതിയിലുള്ള എന്താണ് റെഫ്രിജറേഷൻ, എന്താണ് എയർ കണ്ടീഷനിങ്, ഇത്തരം കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതിന് വേണ്ടി 2 വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കും. ഓൾറെഡി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കാത്തിരിക്കുന്ന അവസരങ്ങളിലോ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ക്ലാസ് നിങ്ങൾക്ക് പലതവണ കാണാനും പരിചയപ്പെടാനും സാധിക്കും. അപ്പോൾ അതിനുകൊണ്ട് ഏകദേശം ഒരു ധാരണയും ഐഡിയയും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ പേര് പ്രേംദാസ്. ഞാൻ നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്ററാണ്. സീസൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, മീനങ്ങാടി. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്? നമ്മളത് 2 പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് റെഫ്രിജറേഷൻ എന്നാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച്. എന്താണ് റെഫ്രിജറേഷൻ? ഒരു വലിയ റെഫ്രിജറേഷൻ പ്ലാന്റിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. മിൽമയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു വലിയ റെഫ്രിജറേഷൻ പ്ലാന്റ്. എന്താണ് റെഫ്രിജറേഷൻ്റെ ഉദ്ദേശം? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഭക്ഷണം തണുപ്പിച്ച് സൂക്ഷിക്കാൻ ആണ്. തണുത്ത താപനില ഭക്ഷണം പുതിയതായി തുടരാൻ സഹായിക്കുന്നു. മനസ്സിലായില്ലേ? ശീതീകരണത്തിന് പിന്നിലെ അടിസ്ഥാന ആശയം ബാക്ടീരിയയുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കുക എന്നതാണ്. എല്ലാ ഭക്ഷണവും അതിലടങ്ങിയിരിക്കുന്നു. അതിനാൽ ഭക്ഷണം നശിപ്പിക്കാൻ ബാക്ടീരിയക്ക് കൂടുതൽ സമയമെടുക്കും. ഒന്നുകിൽ ഏതെങ്കിലും ഭക്ഷണം നമ്മൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഒരേ ചൂട് നിലനിർത്തിക്കൊണ്ട് സൂക്ഷിക്കണം. രണ്ടാമത്തേത് വളരെ കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കണം. ഇത് കൂടാതെ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ബാക്ടീരിയകൾ ഈ ഭക്ഷണത്തിൽ വളരും. അപ്പം അത് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ബാക്ടീരിയകളുടെ വളർച്ച കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ പാല് പോലെയുള്ള സാധനങ്ങൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തിക്കൊണ്ട് കൂടുതൽ സമയം സൂക്ഷിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, തണുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അവിടെ ഈ ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് ഏത് ഭക്ഷണ പദാർത്ഥവും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ശീതീകരണത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നമ്മൾ പറയുന്നത്, ഒരു വാതകത്തിലേക്ക് വികസിക്കുന്ന വാതകം അതിൻ്റെ പദാർത്ഥത്തിൽ നിന്നോ പ്രദേശത്തു നിന്നോ താപം സ്വീകരിച്ചെടുക്കുന്നു എന്ന് ദീർഘകാലമായി അറിയപ്പെടുന്ന ഭൗതിക തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ശീതീകരണ ചക്രം. നിങ്ങളുടെ വിരൽ നനച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ തത്വം പ്രതീക്ഷിക്കാം. എന്താണ്? വിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഉറക്കി വീശുകയാണെങ്കിൽ തണുപ്പ് ഫീൽ ചെയ്യും. എന്താണ്? തണുപ്പ് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ കയ്യിലേക്ക് വെള്ളം എടുത്ത് നനച്ചതിന് ശേഷം ഊതുകയാണെങ്കിലും സംഭവിക്കും, കൈ തണുത്തായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ നനഞ്ഞ തോർത്തുകൊണ്ട് തുടയ്ക്കുകയാണെന്ന് സംഭവിക്കും, അപ്പോഴും തണുപ്പ് ഫീൽ ചെയ്യും. അതാണ് ശീതീകരണം സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്ന പ്രത്യേകതരം സമ്മർദ്ദ വാതകങ്ങളുണ്ട്, അല്ലെങ്കിൽ വേപ്പർ കംപ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചാക്രിക ഡയഗ്രംസും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്ന പ്രവർത്തനം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിക്കുന്നതിനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. എന്താണ് റെഫ്രിജറേഷൻ്റെ തരങ്ങൾ? ഏതെല്ലാം ടൈപ്സ് ഉണ്ട്? റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളുടെ വ്യത്യസ്തത എന്തൊക്കെയാണ്? മെക്കാനിക്കൽ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളുണ്ട്. ഏറ്റവും വ്യാപകം ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സൈക്കിൾ രീതിയാണ് മെക്കാനിക്കൽ കംപ്രഷനാണ്. കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റെഫ്രിജറേഷൻ. എന്താണ് കംപ്രസർ? അതിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയം എന്ന് പറയാവുന്ന ഭാഗമാണ് കംപ്രസർ. എന്നാൽ ആഗിരണം, ശീതീകരണം എന്നീ മറ്റൊന്ന് ബാഷ്പീകരിക്കൽ ശീതീകരണം എന്ന് പറയും. നാലാമത് തെർമോ ഇലക്ട്രിക് റെഫ്രിജറേഷൻ. ഇപ്പോൾ തെർമോ ഇലക്ട്രിക് റെഫ്രിജറേഷനാണ് നമ്മൾ ചെറിയ കാറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, അവിടെ ഉപയോഗിക്കുന്നത് തെർമോ ഇലക്ട്രിക് റെഫ്രിജറേഷൻ. പിന്നെ ശീതീകരണത്തിൻ്റെ 4 ഘട്ടങ്ങളാണ്. ഇത് നമ്മൾ നിർബന്ധമായും ബൈഹാർട്ട് പഠിക്കണം. ഇതിൻ്റെ ഒരു സൈക്കിളിൽ ഉപയോഗിക്കുന്ന 4 പ്രധാന ഘട്ടങ്ങൾ. ഒന്ന്, കംപ്രസർ എന്ന് പറയുന്ന ഒരു ഭാഗം.
കംപ്രസറിൽ വേപ്പർ അല്ലെങ്കിൽ വാതകത്തിനെ കംപ്രസ് ചുരുക്കും, അഗ്നിയായിരിക്കും ചെറുതാക്കും. കണ്ടൻസർ എന്ന് പറയുന്നത് അതിനകത്തുള്ള ചൂടിനെ പുറത്തേക്ക്, എന്താണ് പുറത്തേക്ക്, കണ്ടൻസർ. മൂന്നാമത്തത് വിപുലീകരണം. വിപുലീകരണത്തിൽ എന്താണ് എക്സ്പാൻഷൻ, എന്താണ് എക്സ്പാൻഷൻ. അതിന് വിപുലീകരണ ഉപകരണമുണ്ട്, അതിൽ എക്സ്പാൻഷൻ വാൽവാണ് ഉപയോഗിക്കുക. ത്രോട്ട്ലിംഗ് വാൽവ് എന്നും പറയാം. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രക്രിയകൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രസക്ത ഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ റെഫ്രിജറേഷനിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ത്രോട്ട്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന തെർമോഡൈനാമിക് പ്രോസസ്സ്. അത് ആക്റ്റീവ് ആകുന്ന സ്ഥലമാണ് വിപുലീകരണം അല്ലെങ്കിൽ വിപുലീകരണ ഉപകരണം അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ്. അടുത്തത് ബാഷ്പീകരണം, ഇവാപ്പറേഷൻ. ബാഷ്പീകരണം എന്ന് പറയുന്ന നാലാമത്തെ സെഷൻ. ഇത് നമ്മുടെ ഒരു വലിയൊരു പ്ലാന്റിന്റെ ചിത്രമാണ്. അവിടെ കംപ്രസർ ഉപയോഗിച്ചിരിക്കുന്നത്, വലിയ ടൈപ്പ് കംപ്രസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ വലിയ ടൈപ്പ് കംപ്രസറുകളാണ്, വലിയ റെഫ്രിജറേഷൻ യൂണിറ്റ് ആണ് ഇത്. അതുപോലെ തന്നെ കംപ്രസർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കംപ്രസർ കഴിഞ്ഞാൽ അടുത്ത സെഷൻ കണ്ടൻസറാണ്. കണ്ടൻസർ യൂണിറ്റുകളാണ് ഈ കാണുന്നത്. അവിടെ കണ്ടൻസർ യൂണിറ്റുകളുണ്ട്. അടുത്തത് എന്താണ് ഒരു റെഫ്രിജറേഷൻ സൈക്കിളുള്ള ഭാഗങ്ങൾ നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കംപ്രസർ എന്ന് പറയുന്ന സെഷൻസ്. കംപ്രസർ ഇത് കംപ്രസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ എത്തും. അപ്പോൾ ഏത് സാധനത്ത് നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പം നമ്മൾ സൈക്കിൾ പമ്പിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ പമ്പ് അങ്ങ് ചൂടാവും. എന്താവും, പമ്പ് ചൂടാവുമ്പോൾ ഈ ചൂടിനെ എന്താവും, പുറത്തേക്ക് വിടാൻ വേണ്ടി കൂളിംഗ് ഫിൻസ് എന്ന് പറയുന്ന ചെറിയ മെറ്റൽ പാളികൾ ഉപയോഗിച്ചിട്ടാണ് ഇതിന് അധികമുള്ള ചൂട് പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ എന്താവും, ആ സാധാരണ ടെമ്പറേച്ചറുള്ള കംപ്രസ്ഡ് വാതകം, ഈ കംപ്രസ്ഡ് വാതകത്തെ എക്സ്പാൻഷൻ വാൽവിൽ എത്തിക്കഴിയുമ്പോൾ എക്സ്പാൻഷൻ വാൽവ് തുറന്നു കൂടുമ്പോൾ സഡൻ ആയിട്ട് അതൊന്ന് വികസിക്കുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ എത്രയേ ഉള്ളൂ, നേരത്തെ സെറ്റ് ചെയ്ത അതേ ടെമ്പറേച്ചർ. ഇവിടുന്ന് പുറത്തു പോയി സാധാരണ ടെമ്പറേച്ചർ ആയതാണ്. ഉടൻ തന്നെ അത് വല്ലാതെ എന്താവും, ടെമ്പറേച്ചർ ഡൗൺ, ലോ ടെമ്പറേച്ചറിലേക്ക് വരും. അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവാപ്പറേറ്ററിൽ എത്തുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ അങ്ങ് വളരെ കുറഞ്ഞിട്ട് അടുത്തുള്ള സാധനത്തിൻ്റെ ടെമ്പറേച്ചർ വലിച്ചെടുക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കുന്നത്. ആ ഭക്ഷണ പദാർത്ഥത്തിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇത് വലിച്ചെടുക്കും. അതാണ് നാലാമത്തെ സെക്ഷൻ. അങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പം ഇതല്പം കൂടി ടെമ്പറേച്ചർ കൂടി വരുന്ന സമയത്ത് ആ ഫ്ലൂയിഡിനെ വീണ്ടും കംപ്രസർ എന്ത് ചെയ്യും, വീണ്ടും കംപ്രസ് ചെയ്യും. ഇതിങ്ങനെ ഈ സൈക്കിൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതിനെ ലോ പ്രഷർ സൈഡ് എന്നും ഇതിനെ ഹൈ പ്രഷർ സൈഡ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന്, ഇതാണ് ഒരു റെഫ്രിജറേഷൻ യൂണിറ്റിൻ്റെ ഡയഗ്രാം. അതിൻ്റെ ഡയഗ്രത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഇതാണ് കംപ്രസർ ഈ വാതകത്തിനെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ കണ്ടൻസറിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒന്നേ ഫാൻ ഉപയോഗിച്ച് തണുപ്പിക്കുക, അല്ലെങ്കിൽ പുറകു വെച്ച് ഇഷ്ടംപോലെ ചുരുട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ചില റെഫ്രിജറേറ്ററിൻ്റെ പുറകിൽ പോയാൽ ചിലതിന് കാണുകയാണെങ്കിൽ അവിടെ അതാണ് കണ്ടൻസർ എന്ന് മനസ്സിലാക്കാം. ഇവിടെ നിന്നും പോയി ഇത് ഒരു റിസീവറിലെത്തും. ആ റിസീവറിൽ നിന്ന് ഉടൻ തന്നെ ത്രോട്ട്ലിംഗ് ഡിവൈസ്, ഞാൻ പറഞ്ഞില്ല ത്രോട്ട്ലിംഗ് വാൽവിൽ നിന്ന്, ഇതാണ് എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. ഇവിടെ എക്സ്പാൻഡ് ചെയ്തൊന്ന് എന്ത് ചെയ്യും, ഇതിൻ്റെ ടെമ്പറേച്ചർ അങ്ങ് താഴും, ലോ ടെമ്പറേച്ചർ ആയി കഴിയുമ്പം ചുറ്റുമുള്ള ഇതിന്ന് ആഹാര പദാർത്ഥത്തിൽ നിന്ന് ടെമ്പറേച്ചർ വലിച്ചെടുക്കാൻ വേണ്ടി ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ സഹായിക്കും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തെ ഭാഗം എന്താണ്, ഇവാപ്പറേറ്റർ, പുറത്തെ ഭാഗമോ കണ്ടൻസറാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് അത് കഴിഞ്ഞ് നോർമൽ കണ്ടീഷൻ എത്തിയ ഈ വേപ്പർ അക്യുമുലേറ്റർ എന്ന ഭാഗത്തുനിന്ന് വീണ്ടും കംപ്രസ് ചെയ്യുന്നു. ഈ ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ നേരിട്ട് ഇനി കണ്ട് മനസ്സിലാക്കും നിങ്ങളുടെ പ്രാക്ടിക്കലിൽ. ഇത് എൻ്റെ തിയറിയാണ്. ഇതാണ് ഒരു സാധാരണ റെഫ്രിജറേറ്റർ. എങ്ങനെയാണ് അതിൽ നടക്കുന്നത്, നമുക്ക് അതിൻ്റെ ഒരു അനിമേഷൻ ഒന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഒരു ആപ്പിളിനെ നമ്മൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർ ഇങ്ങനെ വന്ന് സർക്കുലേറ്റ് ചെയ്തിങ്ങനെ ഓടുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ആപ്പിളിൻ്റെ ടെമ്പറേച്ചർ കുറയും.
പിന്നെ അതിൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ ഭാഗമാണ്, പുറകുവശത്ത് ഉണ്ടല്ലേ ഒരു നെറ്റ്, അതാണ് ഇതിൻ്റെ പുറകുവശത്ത് കാണുന്ന നെറ്റാണ് എന്ത്, കണ്ടൻസർ. അകത്ത് കാണുന്ന കോയിലുകളോ ഇവാപ്പറേറ്റർ. ഇത് അതിൻ്റെ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് വാൽവ് എന്ന് പറയും. ഈ ത്രോട്ട്ലിംഗ് വാൽവ് മുതൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇതാണ് കാപ്പിലറി ട്യൂബായിട്ടാണ് സാധാരണ ത്രോട്ട്ലിംഗ് വാൽവ് എക്സ്പാൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിനെ കാപ്പിലറി ട്യൂബ് ആയിട്ട് ചുരുട്ടി വെച്ചിരിക്കുകയാണ് സാധാരണ ചെയ്യാറ്. അതിന് മറ്റു പല കുറച്ചുകൂടി കാരണങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ സ്റ്റഡി വരുമ്പോൾ അപ്പം ഞാൻ സാമ്പിൾ റെഫ്രിജറന്റ് ഒഴുകി ത്രോട്ട്ലിംഗ് വാൽവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, ഇവിടെ -20 ആണ്. ഇവിടെ 45 ഡിഗ്രി ആയിരുന്നു. ത്രോട്ട്ലിംഗ് വാൽവ് കഴിഞ്ഞപ്പം -20 ആയി. ഇനി എന്ത് ചെയ്യും, ആഹാര സാധനത്തിൽ നിന്ന് ഭക്ഷണം ഇങ്ങോട്ട് ടെമ്പറേച്ചർ ഇങ്ങോട്ട് ചൂട് ആഗിരണം ചെയ്യും, താപം ആഗിരണം ചെയ്തിട്ട് അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കും. Q എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ ഒരു അളവാണ്. നമ്മൾ അബ്സോർവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പോയിന്റിലെത്തും. അടുത്തത് എന്താ, ലോ പവർ വേപ്പറിൽ നിന്ന് ഹൈ പവർ ലിക്വിഡിലേക്ക് മാറും. ഇനി എന്ത് ചെയ്യണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ കംപ്രസറിലേക്ക് എത്തും. കംപ്രസർ എന്ത് ചെയ്യും, അവനെ വീണ്ടും കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് 0.6 ബാർ ഉണ്ടായിരുന്ന സാധനം, ഈ ബാർ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ അളവാണ്, മർദ്ദത്തിൻ്റെ അളവാണ്. അപ്പോൾ -20 നിന്ന് 90 ഡിഗ്രി വരെ ചൂടാവും ഈ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. 90 ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ ഉടൻ ചെയ്യും, അത് നമുക്ക് ഫുഡിലേക്ക് ചെല്ലാൻ പാടുണ്ടോ, പാടില്ല. ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി കണ്ടൻസർ എന്ന് പറയുന്ന ഈ ഇതിലൂടെ ഒഴിക്കും. കണ്ടൻസറിലൂടെ പോകുമ്പോൾ ഈ ചൂടെല്ലാം പുറത്തെ കാറ്റ് വഴി പുറത്തേക്ക് ഒഴുകിപ്പോകും. അങ്ങനെ എന്ത് ചെയ്യും, വീണ്ടും സാധാരണ ടെമ്പറേച്ചർ ആയാലും നമ്മുടെ അന്തരീക്ഷ താപനിലയായി 24-25 ഡിഗ്രി സെൽഷ്യസിലേക്ക് അത് മാറണം. അങ്ങനെ മാറി ഹൈ പ്രഷർ ലിക്വിഡായിട്ട് മാറും. ആ ലിക്വിഡ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും എക്സ്പാൻഷൻ വാൽവായി ത്രോട്ട്ലിംഗ് വാൽവിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രവർത്തനം വേപ്പർ കംപ്രഷൻ സൈക്കിള്, ഇതിനെയാണ് വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഇവാപ്പറേറ്റർ ഫിൻസ്, ഇത് കണ്ടൻസർ ഫിൻസ്, രണ്ട് ഭാഗങ്ങൾ. ഇത് ഡീഫ്രോസ്റ്റ് മെക്കാനിസം മുകൾ വശത്ത് ഉണ്ടാവും, നമ്മൾ ഐസൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് കംപ്രസർ, ഇതിലാണ് പ്രഷർ റേസ് ചെയ്യാനും അതിന് മെയിൻറ്റെയിൻ ഫ്ലോ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ കംപ്രസർ വർക്ക് ചെയ്യണം. ഇതിലേക്ക് പവർ നമ്മൾ ഇൻപുട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൊടുക്കുന്നു. ടെമ്പറേച്ചർ, കണ്ടൻസർ ടെമ്പറേച്ചർ പുറത്തേക്ക് വിടുന്നു, ഇവാപ്പറേറ്ററുകൾ ടെമ്പറേച്ചർ സ്വീകരിക്കുന്നു, കംപ്രസർ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രഷർ കൂട്ടുന്നു, അതോടൊപ്പം പിന്നെ എക്സ്പാൻഷൻ വാൽവ് പ്രഷർ കുറയ്ക്കുന്നു. ഇത്തരം പ്രോസസ്സുകളാണ്. ഇതിങ്ങനെ 4 ഘട്ടങ്ങളാണ് ഒരു റെഫ്രിജറേറ്ററിൽ നടക്കുക. ഓക്കെ, ഇതാണ്. ഇത് പരാവർത്തി നിങ്ങൾ കണ്ട് കാര്യങ്ങൾ നല്ല വിശദമായിട്ട് മനസ്സിലാക്കണം. അടുത്തതിനെ തന്നെ മറ്റൊരു രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് കംപ്രസർ അല്ലേ. കംപ്രസറിൽ ഇത് ശരിക്ക് റെഫ്രിജറേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പാർട്ടുകളും ഇത് വന്നിട്ടുണ്ട്. കംപ്രസർ കഴിഞ്ഞപ്പോൾ ഇത് ടെമ്പറേച്ചർ കൂടി, ഇപ്പം എന്താ ചോന്നാറായി. കണ്ടൻസറിലെത്തി, ഫാൻ ഉപയോഗിച്ച് തണുപ്പിച്ചു, റിസീവറിലെത്തി, റിസീവർ ടാങ്കിൽ ഇങ്ങനെ വന്നു, റിസീവർ ടാങ്ക് ഇങ്ങനെ വന്നു ശേഷം ഇവിടെ വന്നു എക്സ്പാൻഷൻ വാൽവിലെത്തി. എക്സ്പാൻഷൻ വാൽവ് കഴിഞ്ഞതോടുകൂടി എന്തായി, പിന്നെ ഇവാപ്പറേറ്ററായി, ടെമ്പറേച്ചർ ഡൗൺ ആയി. ഇവാപ്പറേറ്ററിലെത്തി, ഇവാപ്പറേറ്ററിൽ നിന്ന് ചൂട് ആഗിരണം ചെയ്തു. അതിനുശേഷം ഇത് തിരിച്ച് വീണ്ടും ഈ അക്യുമുലേറ്ററിലെത്തി, അക്യുമുലേറ്ററിൽ നിന്ന് വീണ്ടും കംപ്രസറിലെത്തി. ആ പ്രോസസ്സിനും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. വളരെ വിശദമായി നോക്കി സാവധാനം ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി ഭാഗങ്ങളുടെ പേരുകൾ എങ്ങനെ പഠിക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ശരിക്കുള്ള ഫ്രിഡ്ജ് കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ശരിക്കുള്ള ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇത് ഹൈ ടെമ്പറേച്ചർ ഗ്യാസിനെ കാണിക്കുന്നതാണ്. ഇതും മിഡ് ടെമ്പറേച്ചർ, ഇത് ലോ ടെമ്പറേച്ചർ. ഇത് അതിൻ്റെ ബാക്ക് വ്യൂ ആണ്. ബാക്ക് വ്യൂവിൽ ഇതാ കണ്ടൻസർ കോയിൽസ് ഉണ്ട്, ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, കംപ്രസർ ഉണ്ട്, റിസീവർ ഉണ്ട്. ഇതാ എക്സ്പാൻഷൻ വാൽവ് എന്ന് വരുന്നു. ഇത് ഇവാപ്പറേറ്റർ. ഇതതിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇത് എൻ്റെ കംപ്രസറാണ്. ഇത് എൻ്റെ കംപ്രസറിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് വർക്കാണ്. അല്ല, കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്കിംഗ്. അടുത്തത് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. അതിൻ്റെ ബാക്ക് വ്യൂ കാണിച്ചിരിക്കുകയാണ്. കംപ്രസർ ആൻഡ് ഇന്റേണൽ പാർട്സ്. അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? കംപ്രസർ കട്ട് ചെയ്ത പാർട്ടാണ്. അതിനകത്തൊരു മോട്ടർ ഉണ്ടാവും, ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും, ഒരു പിസ്റ്റൺ ടൈപ്പോ അല്ലെങ്കിൽ ബെല്ലോ ടൈപ്പോ ഒരു വാൽവുകൾ ഉണ്ടാവും. ഇത് കണ്ടൻസർ കോയിൽ, ഇത് ഇവാപ്പറേറ്റർ കോയിൽ. ഇത് ടെമ്പറേച്ചർ ഇങ്ങനെ പോവുകയാണ്. ഒന്ന് ഇവാപ്പറേറ്റർ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് ചൂട് ഇങ്ങോട്ട് ആഗിരണം ചെയ്യും ഈ കോയിലുകളിൽ. ഇതാണ് ഫിൽറ്റർ ഡ്രയർ. അതായത് ഇതിനകത്ത് വേറെ വല്ല ജലാംശമോ മറ്റൊന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യുന്നതിന് ഫിൽറ്റർ ഡ്രയർ എക്സ്പാൻഷൻ വാൽവിനോട് ചേർന്ന്. ഇത് ഫ്രീസർ. ഇവിടെ തെർമോസ്റ്റാറ്റ് ഉണ്ടാവും, ടെമ്പറേച്ചറൊക്കെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവാണത്. ഇത് എക്സ്പാൻഷൻ വാൽവ് ഉണ്ടാവും. എക്സ്പാൻഷൻ വാൽവ് ചുരുട്ടി ചുരുളായിട്ടിരിക്കുന്നു. കാരണം അതിൻ്റെ ഭാഗങ്ങൾ എക്സ്പാൻഷൻ വർക്കിംഗ് പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ. സ്പ്രേ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താവും? തണുപ്പ് ഫീൽ ചെയ്യും. സാധാരണ ഉള്ളതിനൊക്കെ അപ്പം ചൂടുള്ള വെള്ളം നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും എന്താവും? തണുത്തു. അതാണ് അതിൻ്റെ സംഭവം. എന്തിനു പറയുന്നത്? നമ്മൾ വായ എടുത്തിട്ട് നമ്മൾ ചുണ്ട് ഇങ്ങനെ കൂട്ടി ഊതുകയാണെങ്കിൽ തണുപ്പും, ചുണ്ട് തുറന്നു ഊതുകയാണെങ്കിൽ ചൂടും അനുഭവം. ചുണ്ട് കൂട്ടി ഊതുന്ന സമയത്ത് ഈ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് ഉപയോഗിക്കുന്ന ഡോർ സ്വിച്ച് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, മോട്ടറിൻ്റെ കപ്പാസിറ്റർ ഉണ്ട്, ലാമ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ദൈനംദിന റിപ്പയറിങ് വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഡോർ സ്വിച്ച് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ്. ഈ ഡോറുകൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഇതാൻ വരും. അങ്ങനെ അതിൻ്റെ സ്വിച്ച് ഓൺ ആവും എന്നുണ്ടാവും. ഇതാണ് കംപ്രസർ. ലോ പ്രഷർ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? ഹൈ പ്രഷറായിട്ട് മാറും. റെഫ്രിജറേഷനിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്? R11, R12, R22, R32, R410A, HCFC. ഇതിൽ CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലോറോ കാർബണാണ്. ഇത് അന്തരീക്ഷത്തിലെ ലീക്കായി കഴിഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിലെ ഓസോണെ ബാധിക്കാനും നമ്മുടെ ഭൂമിയുടെ കവചത്തിന് കേടുപറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ CFC ഗ്യാസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് തെർമോഡൈനാമിക് സൈക്കിൾസ് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഷർ എൻതാൽപ്പി ചാർട്ടാണത്. എൻതാൽപ്പി ചാർട്ടിൽ അതിൻ്റെ പ്രോസസ്സുകളും അതിൻ്റെ പെർഫോമൻസൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ റെഫ്രിജറേഷൻ ഉപയോഗിക്കുന്നത് എവിടേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്ന് വീട്ടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന റെഫ്രിജറേറ്ററുകൾ, ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഫ്രീസറുകൾ, പിന്നെ അത്യാധുനിക റോക്കറ്റുകളുടെ ക്രയോജനിക്സ് എഞ്ചിനുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ഉപയോഗിക്കും. ഹീറ്റ് പമ്പുകൾ ഉപയോഗിക്കും. തണുത്ത കാലാവസ്ഥ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഹീറ്റ് പമ്പുകൾ ഉപയോഗിക്കും. അവിടെ ഇത് തന്നെയായിട്ട് ഉപയോഗിക്കും. എപ്പോഴും നമ്മളൊരു AC അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ ഹീറ്റ് പമ്പായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്. രണ്ടാമത്തത് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രത്യേകതരം ഫ്രിഡ്ജാണ്. 24 hour 365 ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ടൈം ക്രോണോളജിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രത്യേകതരം മൈക്രോ കൺട്രോളുള്ള റെഫ്രിജറേറ്ററാണ്. അടുത്തത് നമ്മുടെ മെഡിക്കൽ പർപ്പസിനും ലാബുകളിലൊക്കെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള റെഫ്രിജറേറ്റർ. ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വളരെ സെൻസിറ്റീവാണ്. വളരെ യാതൊരു തടസ്സമില്ലാതെ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള റെഫ്രിജറേറ്റർ. ഇത് നമ്മുടെ ബീവറേജുകളിലും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഹോട്ടലുകളിലും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ചെറിയ ഫ്രിഡ്ജുകൾ. ഇത് ഷിപ്പിലും മറ്റും ഉപയോഗിക്കുന്ന കോൾഡ് സ്റ്റോറേജുകൾ. ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഫുഡൊക്കെ വെക്കുന്നതിനും കോൾഡ് സ്റ്റോറേജ്, അതായത് കോൾഡ് ബാർ, കോൾഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്ന കോൾഡ് സ്റ്റോറേജ്. ഇത് കാറിലും വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ കാർ ഫ്രിഡ്ജ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
തെർമോ ഇലക്ട്രിക് ടൈപ്പാണ്. ഇതിൽ കംപ്രസർ ഉണ്ട്, അതിന് പകരം തെർമോ ഇലക്ട്രിക് മെത്തേഡാണ് ഉപയോഗിക്കുക. ഇത്രയാണ് നമ്മൾ റെഫ്രിജറേഷൻ്റെ ഒരു പ്രിലിമിനറി എന്നുള്ള നമുക്ക് ഒരു അവയർനെസ് മൊത്തത്തിലുള്ള ഒരു വിവരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ വീഡിയോയാണ്. ഇതുകൊണ്ട് നിങ്ങൾ അത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ഒരു AC യുടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനാവും.